ഗുരുവായൂരിൽ വിവാദ പ്രസംഗവുമായി ബി ഗോപാലകൃഷ്ണൻ. വർഗീയ പരാമർശമെന്ന ആക്ഷേപം. ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗം വലിയ വിവാദത്തിലേക്ക്. മതപരമായ വികാരങ്ങളെ വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചതായും തീവ്രമായ വർഗീയ പരാമർശങ്ങൾ നടത്തിയതായും ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ MLAക്ക് ഗുരുവായൂരപ്പനോട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ധൈര്യമുണ്ടോ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിട്ട് ഇവിടുത്തെ MLAക്ക് ഈ ബിംബത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കവെയായിരുന്നു വിവാദമായ പ്രസംഗം. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഭഗവാനിൽ വിശ്വാസമില്ലാത്തവരാണ് MLAമാരായി വരുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. നിലവിലെ ഭരണസമിതിയെ ക്ഷേത്രവിരുദ്ധർ എന്നും അമ്പലം വിഴുങ്ങികൾ എന്നും ക്ഷേത്ര കൊള്ളക്കാർ എന്നും ആക്ഷേപിച്ച അദ്ദേഹം ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കാത്തവർക്ക് ഗുരുവായൂരിൽ വോട്ടില്ലെന്ന രീതിയിലുള്ള പ്രസ്താവനയും നടത്തി. ഗുരുവായൂരപ്പനിൽ വിശ്വാസമുണ്ടെന്ന് പരസ്യമായി പറയാൻ ഇവിടുത്തെ മുൻ ജനപ്രതിനിധികൾക്ക് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ഭഗവാനെ പുച്ഛിക്കുന്നവർക്കുള്ളതല്ലെന്നും പ്രസംഗത്തിലുടനീളം ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ വ്യക്തമായ ലംഘനമാണ് ഗോപാലകൃഷ്ണൻ നടത്തിയതെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള വോട്ട് അഭ്യർത്ഥന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി കണക്കാക്കാം. കുറ്റം തെളിയിക്കപ്പെട്ടാൽ സ്ഥാനാർത്ഥിത്വം അസാധുവാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ അദ്ദേഹം നേരിടേണ്ടി വന്നേക്കാം. ഗുരുവായൂരപ്പനെ വിശ്വസിക്കാത്തവർക്ക് ഗുരുവായൂരിൽ വോട്ടില്ല എന്ന് പറയാൻ ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ, അയ്യപ്പന്റെ ജനങ്ങൾ തയ്യാറാവണമെന്നാണ് NDA പറയുന്നത്. ഒരു സംശയമില്ല.